നാം നമ്മുടെ സഹോദരൻ വരാപ്പുഴ മെത്രാപ്പോലീത്ത ജോസഫ് കളത്തിപ്പറമ്പിലിൻ്റെയും മെത്രാൻ പദവിയിലുള്ള ഇതര സഹോദരന്മാരുടെയും ആഗ്രഹപ്രകാരം അനേകം ക്രൈസ്തവ വിശ്വാസികളുടെ നന്മയ്ക്ക് വേണ്ടി വിശുദ്ധരുടെ നാമകരണത്തിനായുള്ള ഡിക്കാസ്റ്ററിയുടെ അംഗീകാരത്തെ തുടർന്ന് നമ്മുടെ അപ്പസ്തോലിക അധികാരത്താൽ ധന്യ ദൈവദാസി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ എലീശ്വ വാകയിൽ നിഷ്പാതുക കർമ്മലീത്ത മൂന്നാം സഭയുടെ ഇപ്പോൾ തെരേസ്യൻ കർമ്മലീത്ത സന്യാസിനികൾ സ്ഥാപിക ധ്യാനവും അനാഥരവും അശരണരുമായ പെൺകുട്ടികളെ സ്വീകരിക്കുകയും അവർക്ക് വിദ്യാഭ്യാസം നൽകുകയും ചെയ്യുന്ന ഉപവിപ്രവർത്തനങ്ങളും കോർത്തിണക്കി ജീവിക്കുകയും ചെയ്തവളാകയാൽ ഇനി മുതൽ വാഴ്ത്തപ്പെട്ടവൾ എന്ന് വിളിക്കപ്പെടുമെന്നും അവൾ സ്വർഗപ്രാപ്തയായ ജൂലൈ മാസം 18-ാം തീയതി നിയമപ്രകാരം നിശ്ചയിച്ചിട്ടുള്ള സ്ഥലങ്ങളിലും രീതികളിലും എല്ലാ വർഷവും തിരുനാൾ ആഘോഷിക്കാമെന്നും നിശ്ചയിച്ച് പ്രഖ്യാപിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. റോമിൽ വിശുദ്ധ പത്രോസിൻ്റെ സിംഹാസനത്തിൽ നിന്ന് നമ്മുടെ അപ്പസ്തോലിക ശുശ്രൂഷയുടെ പ്രഥമ വർഷം വിശുദ്ധ വർഷമായ 2025-ാം ആണ്ടിൽ ജപമാല രാജ്ഞിയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തിരുനാൾ ദിനമായ ഒക്ടോബർ 7-ാം തീയതി നൽകപ്പെട്ടത് ലയോ 14-ാമൻ പാപ്പ.